സോളിഡ് ഡയറക്ട് ടാക്സ് കളക്ഷന്റെയും പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസിന്റെയും പിൻബലത്തിൽ ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗോടുകൂടി പ്രവർത്തനം ആരംഭിച്ച മാർക്കറ്റ് സെൽ ഓൺ റൈസ് എന്ന ട്രെൻഡിലേക്ക് മാറുകയും ഇൻഡെക്സ് ഇന്ന് 0.10% മാർജിനലി ഉയർന്ന് 21,839 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് ഒട്ടുമിക്ക ഇൻഡിസസുകളും ഫ്ലാറ്റ് പോസിറ്റീവോ നെഗറ്റീവോ ക്ലോസിംഗ് ആണ് നൽകിയത്. ബാങ്ക് നിഫ്റ്റി 0.16%, നിഫ്റ്റി IT 0.18%, BSE സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് 0.14% ഡൗൺ സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 0.05% അപ്പ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഇന്ന് 960ഓളം സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും 1282ഓളം സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും പ്രകടമായിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ന് 2599 കോടിയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ന് 2667 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു ഇന്ന് ബൈയിങ് സൈഡിൽ കാണാൻ സാധിച്ചത്. മാരുതി സുസുക്കി, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ്, സഫയർ ഫുഡ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് 52 വീക്ക് ഹൈയിലേക്ക് എത്തിയപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ബാറ്റ ഇന്ത്യ, പേജ് ഇൻഡസ്ട്രീസ്, വേദാന്ത് ഫാഷൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് 52 വീക്ക് ലോയിലേക്ക് എത്തി. ഇന്ന് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് ഓട്ടോ സെക്ടറിലെയും എനർജി സെക്ടറിലെയും സ്റ്റോക്കുകളാണ്. ഏഷ്യർ മോട്ടോർ 4.25%, മാരുതി സുസുക്കി 2.83%, നെസ്ലെ ഇന്ത്യ 2.18% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. അതേസമയം മെറ്റൽ ഇൻഡെക്സ് 0.79% ഇടിഞ്ഞതുമൂലം മെറ്റൽ സെക്ടറിലെ പ്രമുഖ സ്റ്റോക്കുകളിലെല്ലാം തന്നെ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ടാറ്റ സ്റ്റീൽ 2.25% ഇടിഞ്ഞു. ടാറ്റ കൺസ്യൂമർ 2%, ടാറ്റ മോട്ടോഴ്സ് 1.40% ഇടിഞ്ഞു. നിഫ്റ്റി ബാങ്ക് 0.16% ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് 0.29% ഇടിയുകയും നിഫ്റ്റി PSU ബാങ്ക് 0.05% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് മാർക്കറ്റിൻ്റെ വോളറ്റൈലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന പാരാമീറ്ററായ ഇന്ത്യ വിക്സ് 4.5% ഇടിയുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഓട്ടോ, എനർജി തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളിലായിരുന്നു ബൈയിങ് മൊമെൻറ്റം. അതേസമയം പ്രൈവറ്റ് ബാങ്ക്, മെറ്റൽ തുടങ്ങിയ ഇൻഡെക്സുകൾ മാർക്കറ്റിനെ പിറകോട്ട് വലിക്കുകയും ചെയ്തു. ഇന്ത്യ വിക്സ് 4.53% ഇടിഞ്ഞ് 13.47 ഇന്ന് ക്ലോസിംഗ് നൽകിയത്. ഇന്ന് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് പുറത്തു വന്ന ഒരു പ്രധാന അപ്ഡേറ്റ് ആയിരുന്നു ഗ്രോസ് ഡയറക്ട് ടാക്സ് കളക്ഷനിലുണ്ടായിരിക്കുന്ന വർധനവ്. ഗ്രോസ് ഡയറക്ട് ടാക്സ് കളക്ഷൻ ഇയർ ഓൺ ഇയറിൽ 18.76 ലക്ഷം കോടിയിൽ നിന്നും 22.27 ലക്ഷം കോടിയിലേക്ക് ഉയർന്നു. ഗ്രോസ് ഡയറക്ട് ടാക്സ് കളക്ഷനിൽ 18.74% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ US ഡോളർ ഇൻഡെക്സ് 0.50% ഉയർന്നപ്പോൾ 10 വർഷത്തെ ട്രഷറി ഈൽഡ് 0.14% ഇടിയുകയാണ് ചെയ്തത്. ഇന്ന് യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു കറക്ഷൻ കാണാൻ സാധിച്ചപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഓട്ടോ സെക്ടറിൽ നിന്നും ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചൊരു സ്റ്റോക്കാണ് ഏഷ്യർ മോട്ടോർ. ഏഷ്യർ മോട്ടോർ 4% ഉയർന്നു. ഏഷ്യർ മോട്ടോറിൽ ബൈയിങ് മൊമെൻറ്റം വരാനുള്ള പ്രമുഖ കാരണം പല പ്രമുഖ ബ്രോക്കേജും ഏഷ്യർ മോട്ടോറിന് ബൈ എന്ന റേറ്റിംഗും 5000 രൂപയുടെ ടാർഗറ്റും നൽകിയത് മൂലമാണ്. TCS അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഇന്ന് 0.18% ഇടിഞ്ഞു. TCSുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ്, അമേരിക്കയിലെ ഒരു സെൻട്രൽ ബാങ്കായ മിഡ് വെസ്റ്റ് റീജിയണൽ ബാങ്ക് TCSുമായി ചേർന്ന് ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും ഇന്നൊവേഷൻ ഡ്രൈവ് ചെയ്യുന്നതിനും കൂടാതെ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യുന്നതിനും വേണ്ടി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ടൈം ടെക്നോപ്ലാസ്റ്റ് എന്ന സ്റ്റോക്ക് ഇന്ന് 6.56% ഉയർന്നത്. ഹൈഡ്രജൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടൈപ്പ് 4 കോമ്പോസിറ്റ് സിലിണ്ടർ പ്രോട്ടോടൈപ്പ് മാനുഫാക്ചർ ചെയ്യുന്നതിന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷനിൽ നിന്നും അപ്രൂവൽ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ടൈം ടെക്നോപ്ലാസ്റ്റ് എന്ന സ്റ്റോക്ക് 6.56% ഉയർന്നത്. GPT ഹെൽത്ത് കെയർ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 4.38% ഉയർന്നു. 2023 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 3ൽ കമ്പനി 8.35 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടിയപ്പോൾ 24 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 3ൽ കമ്പനിയുടെ പ്രോഫിറ്റ് 11.47 കോടിയായി ഉയർന്നു. കൂടാതെ കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 3.88% ഉയരുകയും ചെയ്തു. മെമെറ്റാസോൺ, ഫ്ലൂറൈറ്റ്, മോണോഹൈഡ്രേറ്റ് നേസൽ സ്പ്രേ എന്നിവ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി US
ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അരവിന്ദോ ഫാർമ എന്ന സ്റ്റോക്ക് ഇന്ന് 2.80% ഉയർന്നു. ശക്തി പമ്പ് എന്ന കമ്പനിയുടെ QIP വഴിയുള്ള സെല്ലിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ശക്തി പമ്പ് 3.78% ഇടിഞ്ഞു. 200 കോടി രൂപയുടെ ഫണ്ട് റൈസാണ് കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് വഴി നേടുന്നത്. ഇന്ന് സ്റ്റോക്ക് 4% ഇടിയുകയും 1272 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ PSU സെക്ടറിലെ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അല്ലെങ്കിൽ HUDCO എന്ന സ്റ്റോക്കും 0.85% ഇടിഞ്ഞു. 400 കോടി രൂപയുടെ ഫണ്ട് കമ്പനി ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ വഴി റൈസ് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ എന്ന സ്റ്റോക്ക് ഇന്ന് 0.11% ഇടിഞ്ഞു. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, ഇൻവാദി ക്രിയേഷൻസ് എന്ന കമ്പനിയുടെ 40% സ്റ്റേക്കുകൾ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ എന്ന കമ്പനി 45 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്